എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ചട്നിയാണ്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. വേഗമാവും, ശ്രദ്ധിക്കുക, കരിഞ്ഞു പോരുത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വേഗം ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 4 ഉള്ളിയാണ്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞതായതുകൊണ്ട് ഞാനൊരു 8 ഇടുന്നുണ്ട്. നിങ്ങൾ വലുതായ ഒരു 4 ഇട്ടാൽ മതി. നന്നായി ഇളക്കാം. ഉള്ളി നന്നായി കളറ് മാറണം. അതുവരെ ഇളക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇടുക, ഒരുപാട് ഇടരുത്. നന്നായി യോജിപ്പിച്ച് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് ഇളക്കാം. ഉള്ളി അത്യാവശ്യം നന്നായി കളർ മാറിയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട ഉടനെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇത്തിരി പുളി ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഞാനിതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് തണുക്കണം, തണുത്തിട്ട് വേണം അരയ്ക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളമാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഇനി കിട്ടുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നന്നായി അരയ്ക്കാം. നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ സ്പ്ലറ്ററിങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവിന് വേണ്ടി നമ്മളിതിൽ ആദ്യം ഒരു ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കും. ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് ഒരു വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളം ഉള്ളതുകൊണ്ടാണ് പൊട്ടുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക് നന്നായി പൊട്ടണം. കടുക് പൊട്ടില്ല ഒരു രസം ഉണ്ടാവില്ല. കടുക് എല്ലാം നന്നായി പൊട്ടട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കും. ഉഴുന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കും. കരിവേപ്പില ഇടുമ്പോൾ നോക്കിയിട്ടാൽ പൊട്ടും. 100% പൊട്ടും. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇത്തിരി മുളക് ഇട്ട് കൊടുക്കും. ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യും. ഇനി നമുക്ക് വറവ് ഇതിലേക്ക് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് വെക്കാം. ഗൈസ്, നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് അടിപൊളി ചട്നിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.